അഡ്വക്കേറ്റ് കെ എസ് അരുൺകുമാർ ചേരുന്നുണ്ട്. അരുൺകുമാർ, നേരത്തെ തന്നെ ഈ സുപ്രീം കോടതി ഈ വിഷയത്തിൽ ഇടപെട്ടപ്പോൾ പറഞ്ഞിരുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങളിലൊന്ന് മുഖ്യമന്ത്രി ആയിരിക്കും ഈ പട്ടിക നൽകുന്നത്, മുൻഗണനാക്രമം മുഖ്യമന്ത്രി നിശ്ചയിക്കുമെന്നാണ്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് കഴിഞ്ഞ ദിവസം 2 മന്ത്രിമാർ ലോക്ഭവനിലെത്തി ഗവർണറെ കാണുകയും ചെയ്തു. പക്ഷേ സിസാ തോമസിനെ തന്നെ നിയമിക്കണം എന്ന നിലപാട് മാത്രമല്ല, മുഖ്യമന്ത്രി എവിടെ എന്നുള്ള ചോദ്യങ്ങൾ കൂടി ഗവർണർ ചോദിച്ചു എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ആ കടുംപിടുത്തം പിടിവാശി സംസ്ഥാനത്തെ നിയമസഭയെ മുഖ്യമന്ത്രിയെ മാനിച്ചുകൊണ്ടല്ലാതെ ആ മുന്നോട്ടുള്ള പോക്ക് തന്നെയാണ് ഗവർണർ തുടരുന്നത്. അതിൽ നിന്ന് കൊണ്ട് തന്നെ ആയിരിക്കണം ഇപ്പോൾ വലിയ തിരിച്ചടി സുപ്രീം കോടതിയിൽ നിന്ന് കിട്ടിയിരിക്കുന്നത്. ഗവൺമെന്റിനുള്ള പവർ, ഗവൺമെന്റിനുള്ള അധികാരം, ആ അധികാരത്തെ കവർന്നെടുക്കാൻ വേണ്ടി ഗവർണർമാർ നടത്തിക്കൊണ്ടിരിക്കുന്ന, ചാൻസലർമാർ നടത്തിക്കൊണ്ടിരിക്കുന്ന ശ്രമങ്ങൾ നിരവധി നമ്മൾ അടുത്ത കാലത്ത് കണ്ടു. ഈ ഘട്ടത്തിലെല്ലാം ബഹുമാനപ്പെട്ട ഹൈക്കോടതിയും സുപ്രീം കോടതിയും ഇടപെടുകയും ഗവർണർ എന്ന് പറഞ്ഞാൽ മന്ത്രിസഭയുടെ ഇംഗിതത്തിനനുസരിച്ച് പ്രവർത്തിക്കേണ്ട ഒരു വ്യക്തി തന്നെയാണെന്നും ഭരണഘടനയിൽ പറഞ്ഞിരിക്കുന്ന അധികാരങ്ങൾ ഓവർകം ചെയ്യാൻ കഴിയില്ല. ആർട്ടിക്കിൾ 153 മുതൽ 167 വരെ ആരാണ് ഗവർണർ, ആ ഗവർണറുടെ അധികാരം എന്ത്, പദവി എന്ത്, ചാൻസലറായിട്ട് പ്രവർത്തിക്കുമ്പോൾ ഉള്ള നിയമസഭ തന്നെ പാസാക്കിയ നിയമത്തിന്റെ ഭാഗമായിട്ടുള്ള പവേഴ്സ് എന്തൊക്കെയാണ് എന്നതിനെ കുറിച്ച് വളരെ കൃത്യമായി തന്നെ നിർവഹിച്ചിട്ടുണ്ട്. അത് പല കോടതി വിധികളിലും കൃത്യമായി അത് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. അതെല്ലാം പ്രീസിഡന്റ് ആണ്. ഈ ഒരു ഘട്ടത്തിൽ തനിക്കുള്ള അധികാര പരിധി ലംഘിച്ചുകൊണ്ട് സർവകലാശാലകളുടെ സ്വയംഭരണങ്ങളെ തകർക്കാനും ചാൻസലർ, വൈസ് ചാൻസലർ നിയമനത്തിലെല്ലാം ഏകപക്ഷീയമായി രാഷ്ട്രീയ അജണ്ട നടപ്പാക്കാനും ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ചാൻസലർമാരുടെ ഇടപെടലിന് കിട്ടുന്ന ഒരു കനത്ത തിരിച്ചടിയാണ് സുപ്രീം കോടതിയുടെ ഭാഗത്തുനിന്ന്. ഈ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് സെർച്ച് കമ്മിറ്റിയെ നിശ്ചയിക്കാനും മുൻ സുപ്രീം കോടതി ന്യായാധിപനെ തന്നെ അതിൽ തലവനാക്കി വയ്ക്കുവാനും എല്ലാവരുടെയും പേരുകൾ പരിശോധിച്ചുകൊണ്ട് ലിസ്റ്റ് തയ്യാറാക്കുവാനും അതിൽ നിന്ന് മുഖ്യമന്ത്രി മുൻഗണനാ ക്രമത്തിൽ കൊടുക്കുന്ന ലിസ്റ്റിൽ ഏറ്റവും മുൻഗണനയുള്ളവരെ തന്നെ വൈസ് ചാൻസലറുമായിട്ട് നിയമിക്കണം എന്ന് വളരെ പോസിറ്റീവ് ഉത്തരവാണ് സുപ്രീം കോടതിയിൽ നിന്നുണ്ടായിരുന്നത്. എന്നാൽ അതിനെല്ലാം ലംഘിച്ചുകൊണ്ട് മുഖ്യമന്ത്രി കൊടുത്ത ലിസ്റ്റിൽ നിന്നും അതിലെ പല പ്രധാനപ്പെട്ട പേരുകളും വെട്ടിമാറ്റി തനിക്ക് ഇഷ്ടമുള്ളവരെ നിയമിക്കുന്ന ഒരു രീതിയാണ് അദ്ദേഹം ചെയ്തത്. അത് സമവായത്തിന്റെ അവസാന ശ്രമം വരെ മന്ത്രിമാർ ഉൾപ്പെടെ ഗവൺമെന്റ് നടത്തി എന്നതാണ് 2 മന്ത്രിമാർ ഇന്നലെ പോയി സംസാരിച്ചതിൽ നിന്നും നമ്മൾ വ്യക്തമാകുന്നത്. ആ ഘട്ടത്തിൽ പോലും നിയമം പാലിക്കുവാനോ ഭരണഘടനാ നിർദ്ദേശങ്ങൾ പാലിക്കുവാനോ നിയമസഭ പാസാക്കിയ സർവകലാശാല സ്റ്റാറ്റ്യൂട്ടുകൾ അനുസരിച്ച് മുന്നോട്ട് പോകുവാനോ ഇപ്പോൾ പരമോന്നത നീതിപീഠം തന്നെ ആ നീതിപീഠത്തിന്റെ ഉത്തരവിലും സമവായ ശ്രമത്തിലും നടത്തിയ ഇടപെടലുകളും ശുപാർശകളും പാലിക്കുവാനോ തയ്യാറാകാതെ ഏകപക്ഷീയമായിട്ട് മുന്നോട്ട് പോകുന്ന ഗവർണറുടെ ചാൻസലറുടെ നീക്കത്തിന് നിൽക്കുന്ന കനത്ത ഒരു തിരിച്ചടിയാണ് ഇന്നത്തെ കോടതിയുടെ പരാമർശം എന്നതാണ് മനസ്സിലാക്കുന്നത്. ശ്രീ അരുൺകുമാർ, നേരത്തെ അരുൺകുമാർ ചൂണ്ടിക്കാട്ടിയതുപോലെ തന്നെ സംസ്ഥാനത്തിന്റെ നിയമസഭകളെ അല്ലെങ്കിൽ സംസ്ഥാനത്തിന്റെ ഭരണാധികാരികളെ അസ്ഥിരപ്പെടുത്തുന്ന തരത്തിലുള്ള നിലപാടുകളാണ് ഈ ഗവർണർ തുറന്നുകൊണ്ടിരിക്കുന്നത്, ചാൻസലർമാർ. ഇവിടെ സിസാ തോമസിന് വേണ്ടി തന്നെ പിടിവാശി നടത്തിക്കൊണ്ടിരിക്കുകയാണ് പുതിയ ഗവർണർ. ഇവിടെ ഉയർന്ന പ്രശ്നം നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഗവർണർ എന്ന് പറയുന്ന പദവി, ആ ഗവർണർ പദവി എന്താണ്? ഉപദേശിക്കാൻ സംസ്ഥാന നിയമസഭയെ, മുഖ്യമന്ത്രിയെ, മന്ത്രിസഭയെ ഉപദേശിക്കുക എന്ന് മാത്രമാണ് ഈ ഗവർണറുടെ പദവി എന്ന് പറയുന്നത്. ആലങ്കാരിക പദവിയാണ്. അവിടെ വീണ്ടും ഈ നിലപാടെടുക്കുമ്പോൾ നേരത്തെ പറയുന്നത് പോലെ തന്നെ അങ്ങനെ കീഴടങ്ങുകയല്ല, സംസ്ഥാന നിയമസഭയ്ക്ക് മുകളിലാണ് തങ്ങളെന്ന് വീണ്ടും പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ വലിയ തിരിച്ചടി, ഒരുപക്ഷെ വലിയൊരു നിയമ പോരാട്ടത്തിലേക്ക് കൂടി പോകേണ്ട സാഹചര്യം കൂടി വരുന്നുണ്ട്. നേരത്തെ നമുക്കറിയാം ഈ ഗവർണറുടെ, ഈ ചാൻസലറുടെ പദവി തന്നെ ഗവർണർമാരിൽ നിന്ന് ഒഴിവാക്കാനുള്ളൊരു നീക്കം സംസ്ഥാന സർക്കാർ നടത്തുന്നുണ്ട്, പല സംസ്ഥാന നിയമസഭകളും നടത്തുകയും ചെയ്യുന്നുണ്ട്. അതിലേക്ക് തന്നെ കാര്യങ്ങൾ പോകേണ്ടി വരുന്നുണ്ട്. തീർച്ചയായും ഇപ്പോ സുപ്രീം കോടതിയേക്കാൾ വലിയൊരു കോടതി ഇല്ലല്ലോ. സുപ്രീം കോടതിയുടെ ബെഞ്ച് ഇതിൽ സമവായങ്ങളാണ് വേണ്ടത്, ഏറ്റുമുട്ടലല്ല വേണ്ടത്. അതുകൊണ്ട് തുറന്ന് സംസാരിക്കണം. ഏതെങ്കിലും തരത്തിൽ അഭിപ്രായ വ്യത്യാസമോ നിയമപരമായ വിഷയത്തിൽ ക്ലാരിറ്റി കുറവോ ഉണ്ടെങ്കിൽ അത് ഇരുകൂട്ടരും ഇരുന്ന് സംസാരിക്കണം എന്ന് പലതവണ ശുപാർശ ചെയ്തു. അതുപോലെ തന്നെ സെർച്ച് കമ്മിറ്റിയുടെ തലവനായിട്ട് ഒരു മുൻ ന്യായാധിപനെ തന്നെ വച്ചുകൊണ്ട് ഇതിൽ ഒരു പൂർണ്ണമായും നിയമം എന്ന രൂപത്തിലല്ല, മറിച്ച് ഒരു കൺസെൻസസ് എന്ന രൂപത്തിലുള്ള ഒരു ഇടപെടൽ കൂടി സുപ്രീം കോടതി നടത്തി. ഏതെങ്കിലും തരത്തിൽ അഭിപ്രായ വ്യത്യാസം ചാൻസലർക്കുണ്ടെങ്കിൽ അതും പരിഹരിക്കാൻ വേണ്ടിയിട്ടുള്ള വളരെ പോസിറ്റീവ് ശ്രമമാണ് നടത്തിയത്. പക്ഷെ ഇതിനെല്ലാം കാറ്റി പറത്തി വളരെ ഏകപക്ഷീയമായിട്ടുള്ള നിലപാട്, അതും രാഷ്ട്രീയ ലക്ഷ്യത്തോടെ ഒരു തൻപ്രമാണിത്വവും ഏകാധിപത്യവും കാണിക്കുന്ന ഒരു നിലപാടാണ് ഗവർണർ കാണിച്ചത്. അതുകൊണ്ട് നിയമമാണ് വലുത്, സ്റ്റാറ്റ്യൂട്ടാണ് വലുത്. എല്ലാത്തിനും ഉപരി നമ്മുടെ ഭരണഘടനയാണ് സുപ്രീം. അത് വ്യാഖ്യാനിക്കാൻ വേണ്ടിയിട്ടാണ് പരമോന്നത നീതിപീഠങ്ങൾ ഇടപെടുന്നത്, പ്രവർത്തിക്കുന്നത്. ആ ഒരു ഘട്ടത്തിൽ നിയമത്തെയും ഭരണഘടനയെയും വെല്ലുവിളിച്ചുകൊണ്ട് ഒരു ചാൻസലർക്ക് മുന്നോട്ട് പോകാൻ കഴിയില്ല, ഗവർണർക്ക് മുന്നോട്ട് പോകാൻ കഴിയില്ല എന്നതാണ് ഇന്നത്തെ പരമോന്നത നീതിപീഠത്തിന്റെ ഇടപെടലിലൂടെ പൂർണ്ണമായും വ്യക്തമാകുന്നത്.